നമസ്കാരം. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ പണം തട്ടിപ്പ് നടത്തിയ വഞ്ചനാ കേസിൽ മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കോടതിയുടെ ശകാരവും രൂക്ഷ വിമർശനവും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സിഎയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തുടനീളം 40-ൽ പരം ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി മധുസൂദനനെ കസ്റ്റഡിയിൽ വാങ്ങാനെത്താത്തതാണ് കോടതിയെ ചൂടിപ്പിച്ചത്. രാവിലെ 11 മണിക്ക് ജയിൽ അധികൃതർ എത്തിച്ച പ്രതിയുമായി ഉച്ചയ്ക്ക് 1:30 വരെ കോടതിയിൽ നിർത്തിയിട്ടും സിഐ പ്രതിയെ ഏറ്റുവാങ്ങാനെത്തിയില്ല. കസ്റ്റഡി അപേക്ഷയുടെ ബാലപാഠങ്ങൾ സിഐക്ക് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തുടർന്ന് പ്രൊഡക്ഷൻ വാറണ്ട് അയച്ചു വരുത്തിയ പ്രതിയെ കോടതി ജയിലിലേക്ക് തിരിച്ചയച്ചു. കൂട്ടുപ്രതി അശ്വിന്റെ റിമാൻഡ് സെപ്റ്റംബർ 5 വരെ നീട്ടി ജയിലിലേക്ക് തിരിച്ചയച്ചു. കോയമ്പത്തൂർ രത്തിനിമുരി ഗാന്ധിജി റോഡിൽ ശ്രീറാം ശങ്കരി അപ്പാർട്ട്മെന്റിൽ ആഷ്ടൺ മൊണ്ടീറോ എന്ന് വിളിക്കുന്ന ആർ മധുസൂദനനെ നൂർനാട് പോലീസാണ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രേലിയയിലെ സിമിക് ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനർമാരെ ആവശ്യമുണ്ടെന്ന് കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് നിരവധി യുവാക്കളും യുവതികളും ജോലിക്കായി ബയോഡേറ്റ സമർപ്പിച്ചു. ഇയാളുടെ കൂട്ടാളികളായ ചിലരാണ് ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെട്ടിരുന്നത്. മധുസൂദനൻ കമ്പനി പ്രതിനിധിയാണെന്ന് പറഞ്ഞ് ഓൺലൈൻ വഴി ഇന്റർവ്യൂ നടത്തി. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇന്റർവ്യൂവിനായി ആഡംബര കാറുകളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ എത്തിയ മധുസൂദനൻ ആഷ്ടൺ മൊണ്ടീറോ എന്ന ഓസ്ട്രേലിയൻ പൗരൻ എന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെട്ടത്. ഇയാളുടെ വ്യക്തിപ്രഭാവത്തിലും ഇന്റർവ്യൂവിലും അത്ഭുതപ്പെട്ട 40ഓളം യുവാക്കളും യുവതികളും ജോലി കിട്ടും എന്ന് ഉറപ്പിച്ച് വിസ പ്രോസസ്സിംഗിനായി ഇയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം 7 ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പണം കിട്ടിയ ശേഷം ഈ സംഘം അപ്രത്യക്ഷരാവുകയായിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ പരാതികളിൽ അങ്കമാലി, കാലടി, നെടുമ്പാശ്ശേരി, തൃശൂർ ഈസ്റ്റ്, മൂവാറ്റുപുഴ, കരമന, മെഡിക്കൽ കോളേജ്, നൂർനാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. നൂർനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മധുസൂദനൻ രാജ്യം വിട്ടിട്ടില്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചു. ബംഗളൂരുവിൽ ഉദയനഗർ എന്ന സ്ഥലത്ത് പേയിങ് ഗസ്റ്റായി ഇയാൾ താമസിച്ചു വരുന്നതായി വിവരം ലഭിക്കുകയും ജൂൺ 27-ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മലയാളിയായ ഇയാൾ തമിഴ്നാട്ടിലാണ് കുടുംബത്തോടൊപ്പം താമസിച്ചു വന്നിരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, ഫ്രഞ്ച്, ജർമ്മൻ, പഞ്ചാബി എന്നിവ ഉൾപ്പെടെ 15 ഭാഷകൾ വശമുള്ള ഇയാൾ കഴിഞ്ഞ 2 മാസമായി ബംഗളൂരു നഗരത്തിൽ OET ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ട്യൂട്ടറായി ജോലി നോക്കിയായിരുന്നു. മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ 28-ന് റിമാൻഡ് ചെയ്തിരുന്നു.